നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 34 മുതൽ 38 വരെ ഞാൻ വായിക്കുന്നു. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രയേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദ്യയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രാർത്ഥിക്കും. വചനം ശരീരം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമേ, വെണ്ണിക്കുളം കൺവെൻഷൻ്റെ ആദ്യ യോഗത്തിൽ ഞങ്ങൾ ഇന്ന് ചേർന്ന് വന്നിരിക്കുന്നു. ദൈവമേ, ഈ സന്ധ്യയിൽ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്കാവശ്യമായ ദൈവിക ചിന്തകൾ നൽകണമേ. ദൈവശബ്ദം കേട്ട് അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ വേദഭാഗത്തു നിന്ന് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ, ടോപ്പിക് ഇനി ഞാൻ പറയുന്നതാണ്. നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച യേശുക്രിസ്തു. നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാനായി ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ പല നിർവചനങ്ങളുണ്ട്, പല ഡെഫനിഷൻസ് ഉണ്ട്. അതിലൊരു നിർവചനമാണ് നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച യേശുക്രിസ്തു. ജർമ്മൻകാരനായിരുന്ന ഡീട്രിഷ് ബോൺഹോഫർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ യേശുക്രിസ്തുവിനെ ഡിഫൈൻ ചെയ്തത് ജീസസ് ക്രൈസ്റ്റ് എ മാൻ ഫോർ അതേഴ്സ് എന്നാണ്. ജീസസ് ക്രൈസ്റ്റ് എ മാൻ ഫോർ അതേഴ്സ്. അപ്പോസ്തല പ്രവൃത്തിയിൽ യേശുവിനെ പറ്റി പറയുന്നത് അവൻ നന്മ ചെയ്തും കൊണ്ട് നാടെങ്ങും സഞ്ചരിച്ചു എന്നാണ്. നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ജനുവരി 12. ഈ പുതിയ വർഷത്തിൽ നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങളായി എൻ്റെ ഒരു ജോലി ഓരോ ഇടവകളിൽ നിന്ന് വരുന്ന വാർഷിക റിപ്പോർട്ട് വായിക്കുക, അത് അംഗീകരിച്ച് ഇടവകൾക്ക് മടക്കി അയക്കുക. അതെൻ്റെ ഒരു ജോലിയായിരുന്നു. പല ഭദ്രാസനങ്ങളിലെയും പല ഇടവകളിലെയും വാർഷിക റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മിക്ക ഇടവകളുടെയും വാർഷിക റിപ്പോർട്ടിൻ്റെ ആമുഖം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലോകമെല്ലാം അക്രമമാണ്, അനീതിയാണ്, എല്ലാം അഴിമതിയാണ്, യുദ്ധമാണ്, ക്ഷാമമാണ്. ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വാർഷിക റിപ്പോർട്ടിൻ്റെ ആമുഖം തുടങ്ങുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലാണ്, നെഗറ്റീവായിട്ടാണ്. ലോകമെല്ലാം മോശമാണ്, ലോകമെല്ലാം കുഴപ്പമാണ്. അങ്ങനെയാണ് ഞാൻ വായിച്ച മിക്ക വാർഷിക റിപ്പോർട്ടും തുടങ്ങുന്ന ഇൻട്രഡക്ഷൻ, ആമുഖം. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്,
ലോകമെല്ലാം മോശമല്ല, ലോകമെല്ലാം തിന്മയല്ല, ലോകമെല്ലാം അക്രമവും അനീതിയും മോശവും അല്ല. ലോകം ഏറ്റവും നല്ലതാണ്. നന്മ എത്രയോ ഉണ്ട് ഈ ലോകത്തിൽ, തിന്മ വളരെ ചുരുക്കമാണ്. ഭൂരിപക്ഷം ആളുകളും നന്മ ചെയ്യുന്നവരാണ്, ഭൂരിപക്ഷം ആളുകളും നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണ്. ഒരു ന്യൂനപക്ഷം ചിലപ്പോൾ തിന്മ ചെയ്തെന്നിരിക്കാം. അങ്ങനെ തിന്മ ചെയ്യുന്ന ഒരു ന്യൂനപക്ഷത്തെ എടുത്തുകൊണ്ട് ലോകമെല്ലാം തിന്മയാണ്, മോശമാണ് എന്ന് ഒരിക്കലും പറയാനായിട്ട് പാടില്ല. ഈ പുതിയ വർഷം ഈ നന്മ ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നന്നായി അതിൻ്റെ സന്തുലിത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ലോകം നല്ലതാണ്. ദൈവം നല്ലതെന്നും മനോഹരമെന്നും കണ്ട് സൃഷ്ടിച്ച ഈ ലോകം, ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ഈ ലോകം സുന്ദരമാണ്. അതുകൊണ്ട് ഇനിയും റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ലോകമെല്ലാം തിന്മയാണ്, ലോകമെല്ലാം മോശമാണ് എന്ന് എഴുതാനായി പാടില്ല. ലോകം നല്ലതാണെന്ന് പറയാൻ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ ഇരുന്ന ഒരു ഇടവകയിൽ ഒരു ആൻറ്റിക്ക് കാലിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷന് പോകുകയാണ്. എന്നോട് പറഞ്ഞു, രാവിലെ പോകും, അച്ഛൻ രാവിലെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ വിടണം ഹോസ്പിറ്റലിൽ. ഞാനും എൻ്റെ സഹധർമ്മിണിയും ആ ആൻറ്റിയുടെ വീട്ടിൽ രാവിലെ ചെന്നപ്പോൾ അവിടെ ഒരു ടാക്സി കാർ കിടക്കുന്നു. ടാക്സി കാറിൻ്റെ ഡ്രൈവർ ആ കാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഒരു ഇത്തിയോസിൻ്റെ കാറാണ്, ടൊയോട്ട ഇത്തിയോസ് കാർ, ടാക്സി കാർ. ആ ടാക്സി ഡ്രൈവറുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് റോയ് എന്നാണ്. ഞാൻ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആ റോയിയുടെ കാറിലോട്ട് നോക്കിയപ്പോൾ കാറിൻ്റെ പുറകിലത്തെ കണ്ണാടി ചില്ലിൽ 2 കുട്ടികളുടെ പേരെഴുതി വച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് റോയിയുടെ മക്കളുടെ പേരാണോ എഴുതി വച്ചിരിക്കുന്നത്? റോയ് പറഞ്ഞു, അല്ല അച്ഛാ, എൻ്റെ അയൽക്കാരൻ്റെ മക്കളുടെ പേരാണ്. ഞാൻ ചോദിച്ചു, റോയിയുടെ കാറിൽ എന്തിനാണ് അയൽക്കാരൻ്റെ മക്കളുടെ പേരെഴുതി വച്ചിരിക്കുന്നത്? റോയ് പറഞ്ഞു, എനിക്കൊരു ടാക്സി കാർ ഉണ്ടായിരുന്നു, അത് പഴയതായപ്പോൾ ഞാൻ വിറ്റു. എൻ്റെ അയൽക്കാരന് ഒരു കാർ വിൽക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹം ചോദിച്ച പണം കൊടുത്ത് ആ കാർ ഞാൻ വാങ്ങിച്ചു. ആ കാർ വാങ്ങിച്ചപ്പോൾ അയൽക്കാരൻ്റെ മക്കളുടെ പേര് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോയിയോട് പറഞ്ഞു, റോയി കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തൂത്ത് കളഞ്ഞിട്ട് റോയിയുടെ മക്കളുടെ പേരല്ലയോ കാറിൽ എഴുതേണ്ടത്. അപ്പോൾ റോയ് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ അയലോക്കക്കാരൻ്റെ കുഞ്ഞുങ്ങൾ ഈ കാറ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പേര് ആ കാറയിലുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ ആ പേര് തൂത്ത് കളഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടാകും. അതുകൊണ്ട് എൻ്റെ അയൽക്കാരൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദുഃഖമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരോടൊക്കെ സന്തോഷിക്കട്ടെ അച്ഛാ, എൻ്റെ മക്കളുടെ പേരില്ലെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ പേര് അവിടെ കിടക്കട്ടെ. ഈ റോയിയുടെ മുമ്പിൽ ഞാൻ ശിരസ് നമിച്ചു. ഈ വെണ്ണിക്കുളങ്കാരുടെ ഇരിപ്പ് കണ്ടാൽ ഞങ്ങൾ അതുപോലെ വെക്കുക. റോയിയുടെ പിള്ളേരുടെ പേരല്ല, പിള്ളേരുടെ അപ്പൻ്റെ പേര് കൂടെ അവിടുത്തെ എഴുതാൻ ഞങ്ങൾ അനുവദിച്ചേനെ എന്നാണ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. റോയ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എൻ്റെ അയൽക്കാരൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ലോകം മോശമാണെന്ന് പറയില്ല. ലോകമെല്ലാം അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണെന്ന് പറയരുത്. ലോകമെല്ലാം തിന്മയാണെന്ന് പറയരുത്.
പ്രിയപ്പെട്ടവരെ, ഈ റോയ് എന്നെ പഠിപ്പിച്ച പാഠം, മറ്റുള്ളവൻ്റെ സന്തോഷം എൻ്റെ അയൽക്കാരൻ്റെ സന്തോഷം. ഞാൻ നേരത്തെ ഇരുന്ന ഒരു ഇടവകയിൽ ദുബായ് ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, PSC നഴ്സിംഗ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എല്ലാ വർഷവും ഞാൻ 50,000 രൂപ അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും അർഹയായ ഒരു കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് എന്നോട് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ദുബായ്ക്കാരന് ഞാൻ അയച്ചു കൊടുത്തു. ഈ ദുബായ് ജോലിയുള്ള എൻ്റെ സുഹൃത്ത് എല്ലാ വർഷവും ഈ പാവപ്പെട്ട കുട്ടി പഠിക്കുന്ന നഴ്സിംഗ് കോളേജിലേക്ക് 50,000 രൂപ അയച്ചു കൊടുക്കും. ഈ വർഷം അദ്ദേഹം എന്നെ വിളിച്ചു, അച്ഛാ, നമ്മൾ കൊടുക്കുന്ന ആ കുട്ടിയുടെ രൂപ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ 1 ലക്ഷം അയക്കുകയാണ്, നാളെ അയച്ചു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ 1 ലക്ഷം അയക്കുന്ന? 50 ആണല്ലോ അയക്കേണ്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത വർഷം ചിലപ്പോൾ ഈ ജോലി എനിക്ക് കാണത്തില്ല, ജോലി നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ 50,000 എൻ്റെ കയ്യിൽ എടുക്കാൻ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത വർഷത്തേക്ക് രൂപയും കൂടെ ഈ വർഷം കൊടുക്കുക അച്ഛാ എന്ന് എന്നോട് പറഞ്ഞു. എന്തോ പറയുന്നു? ലോകം മോശമാണോ? ലോകമെല്ലാം അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണോ? എത്ര നന്മകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച യേശുക്രിസ്തു എന്ന് ഇന്ന് പഠിക്കുമ്പോൾ, യേശുക്രിസ്തു കാണിച്ച നന്മയുടെ പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് ഇനിയും എല്ലാം കുഴപ്പമാണ്, യുദ്ധമാണ് എന്ന് ഇനിയും പറയാനായിട്ട് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്തത്, ഈ എടവ മിഷൻ്റെയൊക്കെ മിക്ക മധ്യസ്ഥ പ്രാർത്ഥനയിലും പറയുന്ന ഒരു കാര്യമുണ്ട്, യുവജനങ്ങളെ ഓർത്ത്. അവർ ഉപയോഗിക്കുന്ന പദം ഞാനിപ്പോൾ പറയുന്നില്ല, ഓൺലൈൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ അളന്ന് തൂക്കി പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പച്ചയായിട്ട് പറഞ്ഞു, യുവജനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ അവരുടെ ഇന്ന കുഴപ്പങ്ങൾ ഉള്ളവരാണ് യുവതലമുറ എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട്. ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ഇന്നത്തെ ന്യൂ ജനറേഷൻ മോശമല്ല, അവർ നല്ല കുട്ടികളാണ്. ഞാൻ നേരത്തെ ഇരുന്ന ഇടവക, ഉദാഹരണം എല്ലാം നേരത്തെ ഇരുന്ന ഇടവകയിലെയാണ്. ഒരു മോളെ, 15 വയസ്സുള്ള മോൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 15 വയസ്സ് പ്രായം. 2 വർഷം മുമ്പാണ് ബർത്ത്ഡേക്ക് ഞാൻ വിളിച്ച മോളെ, ഹലോ മോൾ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ടിങ് എപ്പോഴാണ്? അച്ഛൻ എപ്പോഴാണ് കേക്ക് കട്ടിങ്ങിന് വരേണ്ടത്? ആ കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, നോ കേക്ക് കട്ടിങ് ദിസ് ഇയർ. ഈ വർഷം കേക്ക് കട്ടിങ് ഇല്ല, ഈ വർഷം ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല. ഞാൻ ചോദിച്ചു, എന്താ? എൻ്റെ കൂട്ടുകാരിയുടെ ഫാദർ മരിച്ചുപോയി, 1 മാസമായി. എൻ്റെ കൂട്ടുകാരി വളരെ ദുഃഖത്തിലാണ്. അതുകൊണ്ട് അവൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ശരിയല്ല അച്ഛാ. അതുകൊണ്ട് ഈ വർഷം കേക്ക് കട്ടിങ് ഇല്ല. ന്യൂജൻ എല്ലാം കുഴപ്പമാണെന്ന് പറയരുത്. ഈ ഈശോമാന്തിച്ചനെ പോലുള്ള ഈ സീനിയർ സിറ്റിസൺസ് ന്യൂജൻ നല്ല കുട്ടികളാണ്. കൊമ്പാടി ഞാൻ 8 വർഷം ഉണ്ടായിരുന്നു. കൊമ്പാടിയിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരു വാഹനവും ഇല്ല, 2 വീലറും ഇല്ല, 4 വീലറും ഇല്ല, ഒന്നുമില്ല. ഞാൻ തിരുവല്ലയിൽ നിന്നൊക്കെ പ്രൈവറ്റ് ബസ്സിലാണ് മഞ്ഞാടി കൊമ്പാടി ഇറങ്ങി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്നു. ഒരു ദിവസം ഞാൻ കുപ്പായൊന്നും ഇടാതെ ഷർട്ടും പാൻറ്റും ഇട്ട് തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കൈകളിൽ ബാഗ്, പച്ചക്കറിയൊക്കെ സാധനങ്ങളുമായിട്ട് ഞാനൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി കൊമ്പാടി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാൻ. ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഒറ്റ സീറ്റ് വേക്കൻ്റ് ഇല്ല, എല്ലാം ഫുള്ളാണ്. എന്നെ കാണുകയും ഒരു ചെറുപ്പക്കാരൻ, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ചാടി എഴുന്നേറ്റു എന്നോട് പറഞ്ഞു, അങ്കിളെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇപ്പം അടുത്ത് ഇറങ്ങാൻ പോവുകയാണ്. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി. ഞാൻ അച്ഛനാണെന്ന് ആ ചെറുപ്പക്കാരൻ അറിയത്തില്ല, കോളേജ് കുട്ടിക്ക് അറിയത്തില്ല. ഞാൻ ആ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം ക്രൈസ്തവ ഇതര സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു പ്രായമുള്ള മനുഷ്യൻ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ബാഗുമൊക്കെ ആയി നിന്നപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ കാണിച്ച ന്യൂജൻ ചെറുപ്പക്കാരൻ ഞാൻ അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുത്തു. അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചെറുപ്പക്കാരെ മോശമായി ചിത്രീകരിക്കുന്ന വിഷയം ഇന്ന് തൊട്ട് മാറ്റണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റിയാൽ മതി, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് എല്ലാവരും മോശമാണെന്ന് പറയരുത്. എത്രയോ നന്മകളാണ് ഈ ലോകത്തിലുള്ളത്. കണ്ണൂർകാരൻ 1.5 വയസ്സുള്ള ഒരു മോന് ഒരു റെയർ ടൈപ്പ് ഓഫ് ഡിസീസ്, ഒരു പ്രത്യേകതര അസുഖം, സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ് അസുഖത്തിൻ്റെ പേര്. സ്പൈനൽ മസ്കുലർ അട്രോഫി. മാംസപേശികളുടെ ശക്തി കുറഞ്ഞു പോകുന്ന ഒരു ജനറ്റിക് അസുഖമാണത്. ഈ മകൻ്റെ പെണ്ണുക്കും ആ അസുഖമാണ്. ഞാൻ പേര് പറയാത്തത്, ആ പേര് കൊണ്ട് നിങ്ങൾ ആ കുട്ടി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ അസുഖത്തിന് ഒറ്റ ചികിത്സയുള്ളൂ. സോൾജൻസ്മ എന്നൊരു മരുന്നുണ്ട് ഈ അസുഖത്തിന്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഈ അസുഖത്തിന് ഒരു മരുന്നുണ്ട്, സോൾജൻസ്മ. വില എത്രയെന്നറിയോ? 18 കോടി രൂപ. ഈ 1.5 വയസ്സുകാരൻ്റെ പെങ്ങൾ 7 വയസ്സുകാരി നമ്മുടെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. എൻ്റെ സഹോദരന് ഈ അസുഖമാണ്, ഈ അപൂർവ രോഗമാണ്, ചികിത്സയ്ക്ക് ഇത്ര പണമാകും, 18 crores. പത്രത്തിൽ വായിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. 7 ദിവസം കൊണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള സുമനസ്സുകൾ ഈ മകൻ്റെ പേരൻസിൻ്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു. 18 കോടി രൂപ. മലയാളികൾ ഉൾപ്പെടെ 7 ദിവസം കൊണ്ട്. കേരളം മോശമാണോ? നമ്മൾ മോശമാണോ? ലോകമെല്ലാം മോശമാണോ? ലോകമെല്ലാം യുദ്ധമാണോ? ലോകമെല്ലാം അഴിമതിയാണോ? ലോകമെല്ലാം ഇരുട്ടാണോ? അല്ല. ഈ പുതിയ വർഷം നമ്മൾ പറയേണ്ടത് ഇരുട്ടുള്ള പുതിയ വർഷത്തേക്ക് പ്രവേശിച്ചു എന്നല്ല, നന്മയുടെ പുലരിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയണം. ഇനിയും തർക്കത്തിന് വേണ്ടി ലോകമെല്ലാം തിന്മയാണെന്ന് സമ്മതിക്കുക. തിന്മയുടെ ലോകത്തിൽ നമുക്ക് നന്മയുടെ വക്താക്കളാകാൻ കഴിയുമോ? ഇവിടെ പറഞ്ഞു, പണ്ട് ഇവിടുത്തെ കൺവെൻഷനിലെല്ലാം മാനസാന്തരം, പിണങ്ങിയവരെല്ലാം ഇണങ്ങി കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ അത്രയും മാനസാന്തരവും കെട്ടിപ്പിടുത്തവും ഇല്ല എന്നുള്ള ഒരു ധ്വനിയിൽ ഇവിടെ ആരോ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു. എന്തിനു കൺവെൻഷൻ? തിന്മയുടെ ലോകമാണെന്ന് തർക്കത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും ആ തിന്മയുടെ ലോകത്തിൽ നന്മയുടെ വക്താക്കളാക്കി നമ്മൾ ജീവിക്കാനാണ് കൺവെൻഷൻ. നന്മ ചെയ്ത് നാടെങ്ങും കർത്താവ് സഞ്ചരിച്ചെങ്കിൽ നമുക്ക് വെളിച്ചത്തിൻ്റെ വക്താക്കളായി, നീതിയുടെ വക്താക്കളായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും രാവിലെ അങ്ങ് ഇറങ്ങുക. യേശുവിൻ്റെ മിനിസ്ട്രി, യേശുവിൻ്റെ ശുശ്രൂഷ ഏത് ടൈപ്പ് ശുശ്രൂഷയായിരുന്നു? ഒരിടത്ത് തമ്പടിച്ച് താമസിക്കുന്ന ശുശ്രൂഷ അല്ലായിരുന്നു യേശുവിൻ്റേത്. യേശു ശിഷ്യന്മാരും രാവിലെ അങ്ങ് ഇറങ്ങുകയാണ്, നടക്കുകയാണ്. പാലസ്തീനിലെ പൊടി പിടിച്ച വഴിയിൽ കൂടെ യേശുവും ശിഷ്യന്മാരും നടക്കുകയാണ്. നടക്കുമ്പോൾ ആരൊക്കെ ആവശ്യവുമായി അവിടെ കാണുന്നു, അവരെ എല്ലാം കണ്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ അച്ഛന്മാർ, ഞാൻ ഉൾപ്പെടെ നടക്കുന്നില്ല. ഹൗസ് വിസിറ്റിങ്ങിന് പോകുന്നത് ഞങ്ങൾ 2 വീലറിലോ 4 വീലറോ ആണ്. പഴയ തലമുറയിലെ അച്ഛന്മാർ ഹൗസ് വിസിറ്റിങ്ങിന് പൊക്കോണ്ടിരുന്നത് നടന്നാണ്. നടക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയാം? നടക്കുന്നതിൻ്റെ ഗുണം അച്ഛന് എതിരെ വരുന്ന
ആളുകളെ കാണാനും അവരോട് സംസാരിക്കാനും, ഇടവക്കാരെ റോഡിൽ കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും, അവരുമായി ഒരു അറ്റാച്ച്മെൻറ്റ് വഴിയിൽ വെച്ചുണ്ടാക്കാനും കഴിയുമായിരുന്നു എന്ന് ഞാൻ പഴയ തലമുറയിലെ അച്ഛന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാർ നടന്നു പോവുകയാണ്. അപ്പോൾ നയിലെ വിധവയുടെ മകൻ്റെ മൃതശരീരവുമായി വരുന്ന വിലാപയാത്ര കേൾക്കുക. നയിലെ വിധവയുടെ മകന് യേശുക്രിസ്തു ജീവൻ തിരികെ നൽകുകയാണ്. കുഷ്ഠരോഗിയെ കാണുകയാണ്. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുകയാണ്. 38 വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യൻ, അവൻ്റെ അടുത്ത് യേശു ചെല്ലുകയാണ്. അവൻ പറയുന്നു, കുളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല, ആദ്യം കുളത്തിലിറങ്ങുന്നവന് സൗഖ്യം കിട്ടുന്നു. യേശുക്രിസ്തു അവന് സൗഖ്യം കൊടുക്കുകയാണ്. ശമരിയക്കാരി സ്ത്രീ, സുഖാർ എന്ന പട്ടണത്തിലൂടെ യേശുക്രിസ്തു മനഃപൂർവ്വം ആ വഴി വരികയാണ്. ഈ ശമരിയക്കാരി സ്ത്രീയുമായി യേശുക്രിസ്തു സംഭാഷിക്കുന്നു. ശമരിയക്കാരി സ്ത്രീയിലൂടെ ആ ഗ്രാമം മുഴുവൻ മസിഹ എന്ന് വെച്ച ക്രിസ്തുവിനെ കണ്ടെത്തുവാനായി ഇടയാകുകയാണ്. യേശുക്രിസ്തു ഇരുന്ന ഭവനത്തിൽ പക്ഷപാതക്കാരനായ മനുഷ്യനെ 4 പേർ ചുമന്നുകൊണ്ട് വരികയാണ്. യേശു അവന് സൗഖ്യം കൊടുക്കുകയാണ്. കാനാവിൽ കല്യാണത്തിന് യേശുവും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും പങ്കെടുക്കുകയാണ്. പോംവഴിയില്ലാത്ത കാനാവിലെ കല്യാണ വീട്ടിലെ പ്രശ്നത്തിൽ, സങ്കീർണമായ പ്രശ്നത്തിൽ യേശുക്രിസ്തു ഇടപെട്ട് അവർക്ക് സൗഖ്യം, അവർക്ക് വീഞ്ഞ് ഉണ്ടാക്കിക്കൊടുത്ത് ആ വീടിൻ്റെ വിഷാദമുണ്ടായിരുന്ന, വിഷമമുണ്ടായിരുന്ന അന്തരീക്ഷത്തെ യേശുക്രിസ്തു മാറ്റി അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത് ആ വീടിന് തന്നെ രൂപാന്തരം ഉണ്ടാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം രോഗികൾക്ക് സൗഖ്യം, വ്യാധിതർക്ക് സൗഖ്യം, ഭൂതം ബാധിച്ച ആളുകൾക്ക് സൗഖ്യം, ജീവിതത്തിൻ്റെ നിരാശയിൽ വേദനയിൽ സൗഖ്യം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ക്രിസ്തു, അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ യേശുക്രിസ്തു അവരോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്, അവൻ നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ചു, അവൻ ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കി എന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇതൊരു ഇടവക നടത്തുന്ന കൺവെൻഷനാണ്. ഇടവക എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത് പരോഖ്യ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. പരോഖ്യ എന്ന പദത്തിൻ്റെ അർത്ഥം അടുത്ത് വസിക്കുന്നവർ എന്നാണ്. അടുത്ത് വസിക്കുന്നവർ. വെണ്ണിക്കുളം ശാലേം മാർത്തോമ്മ പള്ളിയിൽ, ഇടവകയിൽ എത്ര വീട്ടുകാരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഇടവക രജിസ്റ്ററിലുള്ള അംഗങ്ങളുടെ പേരുകൾ കണക്കാക്കി 120 130 പറഞ്ഞേക്കാം. ഇടവകയല്ല പള്ളി, പള്ളിയല്ല ഇടവക. പള്ളി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനായി നമ്മൾ കൂടി വരുന്ന സ്ഥലത്തിന് ദേവാലയം, ചർച്ച്, പള്ളി എന്ന് പറയും. എന്നാൽ പാരിഷ്, ഇടവക എന്ന് പറഞ്ഞാൽ പള്ളിയല്ല, പള്ളിയല്ല ഇടവക. വെണ്ണിക്കുളം ജംഗ്ഷനിൽ വന്നിട്ട് ശാലേം മാർത്തോമ്മ പള്ളിയിലേക്ക് പോകുന്ന വഴി ചോദിച്ചാൽ പറഞ്ഞു തരും. ഇടവകയിലേക്ക് പോകുന്ന വഴി ചോദിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. എവിടെയാണ് ഇടവക? ഇടവക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക, അടുത്തായിരിക്കുക എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വെണ്ണിക്കുളം ശാലേം മാർത്തോമ്മ ഇടവകയിലെ 120 വീട്ടുകാർ താമസിക്കുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയുമാണ് നമ്മുടെ ഇടവകയിലെ അംഗങ്ങളായി നാം കാണേണ്ടത്. ഈ ഇടവകയിലെ ആളുകളുടെ ആത്മീയ, ഭൗതിക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സൊസൈറ്റി അല്ല പാരിഷ് എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പല ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് ആ ക്ലബിൻ്റെ ബെനിഫിറ്റ്സും പ്രിവിലേജസും കിട്ടുന്നത്.
പല ക്ലബ്ബുകൾക്ക് ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ബാഡ്മിൻ്റൺ കോർട്ടിൽ കളിക്കണമെങ്കിൽ അവിടുത്തെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് ഉള്ളത്, അവിടെ അത് കിട്ടുകയുള്ളൂ. എന്നാൽ പള്ളി ഇടവക എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ഉള്ളവരുടെ മാത്രം ആവശ്യങ്ങൾ കേറ്റർ ചെയ്യുന്ന ഒരു സൊസൈറ്റി അല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാരിഷ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് എക്സിസ്റ്റ് ഫോർ ഇറ്റ്സ് നോൺ മെമ്പേഴ്സ്. പാരിഷ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് എക്സിസ്റ്റ് ഫോർ ഇറ്റ്സ് നോൺ മെമ്പേഴ്സ്. അംഗങ്ങളല്ലാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അംഗത്വമില്ലാത്തവർക്ക് വേണ്ടി ഈ സമൂഹത്തിൽ നിലകൊള്ളുന്ന ദൈവീക പ്രസ്ഥാനമാണ് ഇടവക എന്ന് പറയുന്നത്. നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അനുയായികളായ നമ്മൾ ഈ നന്മ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രം കൺഫൈൻ ചെയ്യുകയല്ല, എല്ലാവർക്കും നന്മ ചെയ്യാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഒരു പള്ളിയിൽ കുറേ കാലത്തിന് ശേഷം ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടെ അച്ഛൻ്റെ പാഴ്സനേജിൽ ആ മാസത്തെ ന്യൂസ് ലെറ്റർ കിടക്കുന്നത് കണ്ടു, വാർത്താ പത്രിക. അപ്പോൾ ഞാനതിൽ നോക്കിയപ്പോൾ ആ പള്ളിയിൽ അംഗത്വമില്ലാത്ത, ആ പള്ളിയിൽ മെമ്പർഷിപ്പില്ലാത്ത മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ഒരു കോളേജ് കുട്ടിയുടെ മരണത്തെ തുടർന്ന് ഒരു ആദരാഞ്ജലി അവിടെ ഇട്ടിരിക്കുന്നു ആ പള്ളിയുടെ ന്യൂസ് ലെറ്ററിൽ. മർത്തോമക്കാരിയല്ല, മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിൽ മരിച്ചുപോയി. ആ പെൺകുട്ടിയുടെ പടവിട്ടിട്ട് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അച്ഛാ, ഈ കുട്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിയല്ലല്ലോ, ഈ പാരിഷിൻ്റെ ന്യൂസ് ലെറ്ററിൽ ഇങ്ങനെ ഇട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ കുട്ടി ഈ കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പുള്ള ആളല്ല, എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ കുട്ടിയാണവൾ. ഈ കുട്ടിയുടെ മരണത്തിൻ്റെ വേദന ഞങ്ങളുടെ വേദനയാണ്, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ വേദന ഞങ്ങളുടെ വേദനയാണ്. അതുകൊണ്ട് ഇടവകയുടെ വാർത്താ പത്രികയിൽ ആ കുട്ടിയുടെ പേരും ഫോട്ടോയും ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുകയാണ്. ആ അച്ഛനോട് എനിക്ക് വളരെ ആദരവും ബഹുമാനവും തോന്നി. മാർത്തോമാക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന മാർത്തോമ്മ പ്രസ്ഥാനമല്ല സഭയും ഇടവകയും. മറിച്ച് കർത്താവ് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ട് മെമ്പർഷിപ്പ് ഉള്ളവരുടെ മാത്രം ആത്മീയവും ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഒരിക്കലും നമ്മൾ ഇടവകയും സഭയും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യേശുക്രിസ്തുവിനെ പറ്റി പരീശന്മാർ, ശാസ്ത്രിമാർ പറഞ്ഞ ആരോപണം എന്തായിരുന്നു അറിയാമോ? അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റാൻ ഒരു പ്രധാന ആരോപണം അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയ, സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായ, സമൂഹം തള്ളിക്കളഞ്ഞ ആളുകളോടുകൂടെ തിന്നുകയും കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിച്ചു എന്നാണ് യേശുവിൻ്റെ മേലുള്ള ആരോപണം. പ്രിയപ്പെട്ടവരെ, ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പ്രവർത്തനമാണ് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൽ കാണാം. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന, ടാക്സ് കളക്ടറായിരുന്ന, ടോൾ കളക്ടറായിരുന്ന സക്കായി ഒരു സോഷ്യൽ ഔട്ട്കാസ്റ്റ് ആയിരുന്നു, സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായിരുന്നു. സക്കായിയോട് ആരും കൂട്ടുകൂടുകയില്ലായിരുന്നു. സക്കായിയുടെ വീട്ടിൽ യേശുക്രിസ്തു സക്കായി ക്ഷണിക്കാതെ സക്കായിയുടെ ആതിഥേയത്വം സ്വീകരിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. യേശു അവനോട് പറയുകയാണ്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. സക്കായി യേശുവിനെ ക്ഷണിച്ചതല്ല,
ക്ഷണിക്കാതെ സക്കായുടെ വീട്ടിലേക്ക് പോകുന്ന യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പുതിയ വർഷത്തിൽ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പ്രവർത്തന ശൈലി നമ്മൾ മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് നന്മ മാത്രം ചിന്തിക്കുക, നന്മ മാത്രം പ്രവർത്തിക്കുക, നന്മയെ പുണരുക, നന്മയ്ക്കായി ജീവിക്കുക. ഈ സമൂഹത്തിൽ ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ക്രൈസ്തവ ലീഡറാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും വളരെ വ്യത്യാസമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിത ശൈലി തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ദർശനം കൊടുക്കാറുണ്ട്, ആളുകൾക്ക് ആശീർവാദം കൊടുക്കാറുണ്ട്. തെക്കേ ഇറ്റലിയിലെ വിച്ചിൻസ എന്ന സ്ഥലത്ത് 53 വയസ്സുള്ള വിനീച്ചോ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. വിനീച്ചോ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും ഒരു പ്രത്യേകതരം അസുഖമുണ്ട്. ആ അസുഖത്തിൻ്റെ പേര് ന്യൂറോഫൈബ്രോമോത്തോസിസ് എന്നാണ്. ന്യൂറോഫൈബ്രോമോത്തോസിസ് അത് ഒരു ജനിതക രോഗമാണ്. മുഖത്തെ മാംസപേശികൾ വളർന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു അസുഖമാണ് ഈ ന്യൂറോഫൈബ്രോമോത്തോസിസ്. 53 വയസ്സുകാരനായ തെക്കേ ഇറ്റലിയിലെ വിച്ചിൻസ എന്ന പട്ടണത്തിൽ താമസിക്കുന്ന ഈ വിനീച്ചോയ്ക്ക് ഒരാഗ്രഹം, എനിക്ക് മാർപ്പാപ്പായെ കാണണം, പോപ്പിനെ കാണണം. പോപ്പിനെ കാണാൻ അത്ര എളുപ്പമല്ല. നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തെങ്കിലേ പോപ്പിനെ കാണാനൊക്കത്തുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒരപ്പോയിൻമെൻറ്റും എടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വത്തിക്കാനിലേക്ക് പോയി. വത്തിക്കാനിൽ ചെന്നപ്പോൾ അന്ന് പോപ്പ് ആളുകൾക്ക് ദർശനം കൊടുക്കുന്ന ദിവസമാണ്. ആയിരക്കണക്കിന് ആളുകൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ തളിച്ചു കൂടിയിരിക്കുകയാണ്. ഈ ആൾക്കൂട്ടത്തിൽ ഈ വിനീച്ചോ എന്ന് പറയുന്ന ഈ അപൂർവ രോഗമുള്ള മനുഷ്യൻ നിന്നു. ആൾക്കൂട്ടത്തിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പോപ്പിനെ നോക്കുകയാണ് മുകളിലേക്ക്. പോപ്പ് തൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് താഴേക്ക് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ മുഖം വിരൂപമായ ഈ മനുഷ്യനെ കണ്ട് പോപ്പ് സെക്യൂരിറ്റിയുടെ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ ഇറങ്ങി. അദ്ദേഹം വിനീച്ചോയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കവിളത്തും നെറ്റിയിലും ധാരാളം പ്രാവശ്യം ചുംബിച്ചു. അതിനുശേഷം മാർപ്പാപ്പ തിരികെ തൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. വിനീച്ചോ അതിനുശേഷം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോയി. വിച്ചിൻസ തൻ്റെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നാട്ടുകാരോട് പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ആലിംഗനം ചെയ്ത് എൻ്റെ കവിളത്തും നെറ്റിയിലും ചുംബിച്ചപ്പോൾ എൻ്റെ ശരീരത്തുകൂടെ ഒരു ഇലക്ട്രിക് പ്രവാഹം കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ വയസ്സ് പകുതി കുറഞ്ഞതായി എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ഈ വിനീച്ചോ അവിടെ സാക്ഷ്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിഷ്ടമുള്ളവരെ ഇഷ്ടപ്പെടാനാണ് നമുക്ക് താല്പര്യം. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനാണ് നമുക്കിഷ്ടം. സ്നേഹിക്കാൻ കൊള്ളാവുന്നവരെ സ്നേഹിക്കാനാണ് നമുക്കിഷ്ടം. എന്നാൽ യേശു സ്നേഹിക്കാൻ കൊള്ളാവുന്നവരെ അല്ല സ്നേഹിച്ചത്. സമൂഹം സ്നേഹിക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെ യേശുക്രിസ്തു അവരോടൊരു പ്രത്യേക സ്നേഹവും മമതയും ഉണ്ടായിരുന്നു. സമൂഹം മാറ്റി നിർത്തിയവരോട് യേശുക്രിസ്തുവിന് ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേക മമതയും പ്രത്യേക കരുതലും ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. യേശുക്രിസ്തു കുരിശിലേക്ക് നടന്നു പോകുമ്പോഴും കുരുടനായ മനുഷ്യൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അവൻ്റെ കരച്ചിൽ കേൾക്കാനും അവന് സൗഖ്യം കൊടുക്കാനും മനസ്സ് കാണിച്ച വ്യക്തിയാണ്. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് രക്തം വാർന്നൊഴുകി ഇഞ്ചിഞ്ചായി
വേദന കടിച്ച് തിന്ന് പ്രാണനെ വിടുന്നതിന് മുമ്പ് യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു അവനോട് പറയുന്നത്, നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്നാണ്. മരിക്കാൻ പോകുന്ന വ്യക്തി, രക്തം വാർന്നൊഴുകി കുരിശിൽ കിടക്കുന്ന കർത്താവ് വേദന കടിച്ചിറക്കി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് അവന് വീണ്ടെടുപ്പ് രക്ഷ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ ആറ്റിറ്റ്യൂഡാണ്, ഇതേ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പുതുവർഷം യേശു നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച വ്യക്തിത്വമാണ്. യേശുക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നതും, നിങ്ങൾ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ നിങ്ങളെ തന്നെ ത്യജിച്ച് നിങ്ങളുടെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്ന കാര്യം വളരെ ഗൗരവമായി ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു നടന്ന സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അത് ഒരു ഡോക്ടറുടെ ജീവിത കഥയാണ്. ഡോക്ടറുടെ വീട് തിരുവല്ല വളഞ്ഞവട്ടത്താണ്. 1955 മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർക്ക് വലിയ ആഗ്രഹം, യേശുക്രിസ്തുവിനെ പോലെ രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയിൽ എനിക്ക് പങ്കാളിയാകണം. അദ്ദേഹം ശമ്പളം കിട്ടുന്ന ഡോക്ടർ ജോലിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. അദ്ദേഹം മദ്രാസിൽ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് 1955 MBBS പഠനം പൂർത്തീകരിച്ചിട്ട് അദ്ദേഹം തീരുമാനിച്ചു, ഒരു ഡിസ്പെൻസറിയോ ഒരു ക്ലിനിക്ക് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി പാവപ്പെട്ട രോഗികൾക്ക് സൗഖ്യം നൽകണം. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലെ ഒട്ടൻചത്രം എന്ന ഗ്രാമമാണ്. ഒട്ടൻചത്രം ഗ്രാമത്തിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലും അന്നില്ലായിരുന്നു. അന്ന് അടുത്ത ഒരു ഹോസ്പിറ്റൽ 70 കിലോമീറ്റർ ദൂരെയുള്ള മധുര എന്ന സ്ഥലത്താണ്. മധുര, ഈ ഒട്ടൻചത്രം ഗ്രാമത്തിൽ ഉള്ള ആളുകൾ കൂടുതലും കാർപ്പൻറ്റേഴ്സും കൂടുതലും റിക്ഷ വലിക്കുന്ന ആളുകളുമാണ്. അന്നത്തെ കാലത്തെ പോഷകാഹാര കുറവ് കൊണ്ട് പല ആളുകളും ക്ഷയരോഗികളാണ്. ഇങ്ങനെയുള്ള വളരെ അന്നത്തെ കാലത്തെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഈ ഡോക്ടർ ചെല്ലുകയാണ്. ചെറുപ്പക്കാരനായ ഡോക്ടർ പഠനം പൂർത്തീകരിച്ചിട്ട് ഒരു ക്ലിനിക്ക് ആരംഭിക്കാൻ ഒരു വാടക കെട്ടിടം അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം മണ്ണുകൊണ്ടും ചാണകം കൊണ്ടും മെഴുകിയ ഒരു കാപ്പിക്കടയ്ക്ക് വേണ്ടി പണിതിട്ടിരുന്ന ഒരു കടയുടെ ചരിപ്പ്, ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ പാവിരിച്ച് അവിടെ തൻ്റെ ജീവിതം, തൻ്റെ ക്ലിനിക്ക് ആരംഭിച്ചു. ക്ലിനിക്ക് ആരംഭിച്ച അന്ന് രാത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെയും കൊണ്ട് ഭർത്താവ് അവിടെ വരികയാണ്. ആ സ്ത്രീയുടെ പേര് കാമാച്ചി എന്നാണ്. ഈ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഉടനെ സർജറി നടത്തിയില്ലെങ്കിൽ ഈ അമ്മയും മരിക്കും, കുഞ്ഞും മരിക്കും. എത്രയും വേഗം സർജറി, ഓപ്പറേഷൻ നടത്തണം. അവിടെ എങ്ങും വേറെ ആശുപത്രിയില്ല. മധുര 70 കിലോമീറ്റർ ദൂരെയാണ്. അവിടേക്ക് പോകാനുള്ള അവസാനത്തെ ട്രെയിനും പോയിക്കഴിഞ്ഞു. എന്തു ചെയ്യും? ഈ കാമാച്ചിയുടെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം. ഈ നാട്ടിൽ ആശുപത്രിയിൽ ആരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാറില്ല, ഭവനങ്ങളിലാണ് ജന്മം കൊടുക്കുന്നത്. ഇവർ തിരികെ പോകുന്നത് കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഡോക്ടർ ആകെ വിഷമിച്ചു. അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, പോകുന്ന വഴിയിൽ തന്നെ അമ്മയും കുഞ്ഞും മരിച്ചു പോകും, യാതൊരു തർക്കവുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ച് ഈ ദമ്പതികളെ തിരികെ വിളിച്ചു.
തിരികെ വിളിച്ചു. എന്തു ചെയ്യാം? സർജറി നടത്താനുള്ള യാതൊരു സൗകര്യമില്ല, ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, ഈ സ്ത്രീയെ മയക്കാനുള്ള അനസ്തേഷ്യ ഫെസിലിറ്റി ഇല്ല. എന്തു ചെയ്യും? ഈ കാമാച്ചിയുടെ ഭർത്താവിനോട് പറഞ്ഞു, അവിടെ കിടക്കുന്ന തടിക്കഷ്ണങ്ങൾ കൊണ്ട് ഒരു ടേബിൾ ഉണ്ടാക്കാൻ, ഒരു മേശ ഉണ്ടാക്കാൻ. അദ്ദേഹം പെട്ടെന്ന് ഒരു മേശ ഉണ്ടാക്കി. എങ്ങനെ മയക്കും? അന്ന് മയക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെയുള്ള സംവിധാനമല്ല. ഈതർ എന്ന് പറയുന്ന ഒരു മരുന്ന് ഈ കാമാച്ചിയുടെ മൂക്കിൽ ഇറ്റിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം കാമാച്ചി അബോധാവസ്ഥയിലായി. പ്രിയപ്പെട്ടവരെ, ആ ചരിപ്പിൽ ഈ കാമാച്ചിയുടെ ഭർത്താവ് ഉണ്ടാക്കിയ ആ തടിമേശയിൽ കിടത്തി ഈ സർജറി ഈ ഡോക്ടർ നടത്തി. ഒരു ആരോഗ്യമുള്ള കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീണു. ഇതൊരു സുവിശേഷമായി മാറി. ഒട്ടൻചത്രം ഗ്രാമത്തിൽ ഇപ്രകാരം ഒരു കുട്ടി പിറന്നത് ഒരു വാർത്തയായി. സർജറിയിൽ കൂടെ കുട്ടി പിറന്നത്. ആ ഗ്രാമം മുഴുവൻ ആശുപത്രിയിലേക്ക് വരികയാണ്, ഈ ക്ലിനിക്കിലേക്ക് വരികയാണ്, ഡോക്ടറെ കാണാനും ഈ കുഞ്ഞിനെയും അമ്മയും അപ്പനെയും കാണാൻ. നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഡോക്ടർ നമ്മുടെ അടുത്തുള്ള കുമ്പനാട് ഊരിയപ്പടിക്കൽ കുടുംബത്തിൽ മറിയാമ്മ എന്ന യുവതിയെ കല്യാണം കഴിച്ചു. അവരുടെ കുടുംബജീവിതം ആ ക്ലിനിക്കിൽ മണ്ണുകൊണ്ടും ചാണകം കൊണ്ടും മെഴുകിയ പായിട്ട് താമസിക്കുന്ന ആ മുറിയിൽ അവരുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. കാളവണ്ടിയിലാണ് രോഗികളെ കൊണ്ടുവരുന്നത്, കാളവണ്ടിയിൽ കിടത്തിയാണ് ചികിത്സിക്കുന്നത്. ഡോക്ടർ സൈക്കിളിലാണ് രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത്. ശമ്പളമില്ല, പൈസയില്ല, വരുമാനമില്ല. ഈ ദമ്പതികൾക്ക്, ഡോക്ടർ ദമ്പതികൾക്ക് 3 മക്കൾ പിറന്നു. മൂത്ത മോൻ സുശീൽ, രണ്ടാമത്തെ മകൻ പ്രകാശ്, മൂന്നാമത്തെ മകൾ നിർമ്മല. 3 കുട്ടികൾ. അങ്ങനെ ഇരുന്നപ്പോൾ ഡോക്ടർക്ക് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, അഖില ലോക സഭാ കൗൺസിലിൻ്റെ മെഡിക്കൽ സെക്രട്ടറിയായി ഹോങ്കോങ്ങിൽ ഒരു ജോലിക്കിടെ ഓഫർ വന്നു. ഹോങ്കോങ്ങിൽ 1-ാം തരം ഫ്ലാറ്റ്, മുന്തിയ കാർ, ഉയർന്ന ശമ്പളം. ഓഫർ ലെറ്റർ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം തീരുമാനിച്ചു, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും എത്ര ശമ്പളമുണ്ടെങ്കിലും ഈ ജോലിക്ക് ഞാൻ പോകുകയില്ല. ഒട്ടൻചത്രത്തിലെ ഈ പാവപ്പെട്ട രോഗികളുടെ വൈദ്യനായി ഞാൻ നിൽക്കും എന്ന ഡോക്ടർ തീരുമാനിച്ചു. എന്നാലും അദ്ദേഹം തൻ്റെ ഭാര്യയെയും മക്കളെയും ഈ ജോലിയുടെ കത്ത് കാണിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് മറിയാമ്മയെ അടുത്ത് വിളിച്ചിട്ട് ഓഫർ ലെറ്റർ കാണിച്ചിട്ട് പറഞ്ഞു, ഹോങ്കോങ്ങിൽ നല്ല ഫ്ലാറ്റ്, ഉയർന്ന ശമ്പളം, മുന്തിയ കാർ, ഇവിടെ നമ്മൾ ഈ മണ്ണ് കൊണ്ടും ചാണകം കൊണ്ടും മെഴുകിയ ഇവിടെ കിടക്കാതെ നല്ല ഫെസിലിറ്റിയുള്ള നമുക്ക് പോകാം എന്ന് പറഞ്ഞു. മറിയാമ്മ പറഞ്ഞു, പോകാൻ പാടില്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം നമ്മൾ ഇവിടെ ആയിരിക്കണം, ഇവിടുത്തെ സാധാരണക്കാരായ രോഗികളുടെ വൈദ്യനായി ഇവിടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. മൂത്ത മകൻ സുശീൽ, അന്ന് 10 വയസ്സ്, ആ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നല്ല ഷർട്ട് ഇടാം, നല്ല പാൻറ് ഇടാം, നല്ല ഷൂ ഇടാം, 3 നേരം നല്ല ഭക്ഷണം കഴിക്കാം, നമുക്കവിടെ പോകാം ഹോങ്കോങ്ങിലെ ജോലിക്ക്. ഈ മകൻ സുശീൽ പറഞ്ഞു, നമുക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണമുണ്ടല്ലോ, അതുപോലും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഈ ഗ്രാമത്തിലുണ്ട്, നമ്മൾ പോകരുത് ഇവിടം വിട്ട്. അപ്പാ പോയാൽ ഇവിടുത്തെ ഒട്ടൻചത്രത്തിലെ ആളുകൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. പ്രകാശ്, രണ്ടാമത്തെ മകൻ, 8 വയസ്സ്, ഈ മകനോടും അപ്പൻ ഡോക്ടർ പറഞ്ഞു, എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടും, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ഡ്രസ്സ് ധരിക്കാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പ്രകാശും പറഞ്ഞു, അപ്പാ പോകാൻ പാടില്ല, നമ്മൾ പോയാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ആളില്ല, ഇവിടുത്തെ രോഗികൾക്ക് ഒരു ഡോക്ടറില്ല, പോകരുതെന്ന് പറഞ്ഞു. നിർമ്മല കൊച്ചുകുട്ടിയാണ്, അധികം പ്രായമില്ല, 3-4 വയസ്സേ ഉള്ളൂ നിർമ്മലയ്ക്ക്. നിർമ്മല പറഞ്ഞു, എനിക്കിവിടെ ഒത്തിരി കൂട്ടുകാരുണ്ട് ഈ സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന ഇവിടെ ഈ കോമ്പൗണ്ടിൽ നല്ല പേരയ്ക്കായുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ താമസിക്കണം, പോകരുത് എന്ന് പറഞ്ഞു. ഈ ഡോക്ടറുടെ പേര് AK തരിയൻ എന്നാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല.
മാർത്തോമാ സഭ മാനവ സേവ അവാർഡ് കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ്. ഡോക്ടർ AK തരിയൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും ഹോങ്കോങ്ങിലെ ജോലി എടുക്കാതെ ഓട്ടൻചത്രത്തിലെ ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആനന്ദം കൊണ്ട് ആറാടിയത്. അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ നിമിഷങ്ങൾ എൻ്റെ ഭാര്യയും 3 മക്കളും ഒന്നടങ്കം ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടായത് എന്ന് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാപ്പിക്കടയ്ക്ക് വേണ്ടി പണിത മണ്ണുകൊണ്ടും ചാണകം കൊണ്ടും ഉണ്ടാക്കിയ ആ കടമുറയിൽ ആരംഭിച്ച ഡോക്ടർ AK തരിയൻ്റെ അന്നത്തെ ക്ലിനിക്ക് ഇന്ന് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലായി ഒട്ടൻചത്രത്തിൽ തലയുയർത്തി നിൽക്കുകയാണ്. 112 സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് പ്രവർത്തിക്കുന്ന, 100 കണക്കിന് നേഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും പ്രവർത്തിക്കുന്ന, 1000 ഔട്ട് പേഷ്യൻസ് ഒരു ദിവസം വരുന്ന ഒരു വലിയ പ്രസ്ഥാനമായി അത് മാറുകയാണ്. ഹോങ്കോങ്ങിൽ തൻ്റെ പിതാവ് പോകരുതെന്ന് പറഞ്ഞ മൂത്ത മകൻ സുശീൽ ഇന്ന് ഒട്ടൻചത്രം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. രണ്ടാമത്തെ മകൻ പ്രകാശ് മംഗലാപുരത്ത് ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ഒട്ടൻചത്രം വിട്ട് പോകരുതെന്ന് പറഞ്ഞ ഇളയ മകൾ നിർമ്മല ഡോക്ടറായി. മാർത്തോമാ സഭയിലെ PV ഫിലിപ്പച്ചൻ്റെ മകൻ ഡോക്ടറെ വിവാഹം കഴിച്ച് അവർ വടക്കേ ഇന്ത്യയിൽ ഒരു ഗ്രാമത്തിൽ ഈ ഡോക്ടേഴ്സായി പാവപ്പെട്ടവരുടെ സൗഖ്യത്തിനായി പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച, വഴിയെ നടന്നു പോകുമ്പോൾ കണ്ട കുഷ്ഠരോഗികളെയും, കണ്ണു കാണാത്തവരെയും, ചെവി കേൾക്കാത്തവരെയും, സംസാരിക്കാത്തവരെയും, പക്ഷപാതം പിടിച്ച് കടന്നവരെയും സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിൻ്റെ അതേ പാതയിലൂടെയാണ് ഡോക്ടർ AK തരിയനും കുടുംബവും സഞ്ചരിച്ചത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇതാ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി ഡോക്ടർ AK തരിയൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം നിൽക്കുകയാണ് എന്ന കാര്യം ഓർക്കുക. അവൻ നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. യേശു ജീവിച്ചത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. തനിക്ക് വേണ്ടി ഒരത്ഭുതവും അടയാളവും യേശു കാണിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി ഒരത്ഭുതം കാണിക്കാത്ത ക്രിസ്തു, കല്ലിനെ അപ്പമാക്കി തീർത്ത് ഭക്ഷിപ്പാൻ പിശാച് യേശുവിനോട് ആവശ്യപ്പെടുമ്പോൾ യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. തനിക്ക് മരുഭൂമിയിൽ വിശന്നപ്പോൾ തനിക്ക് വേണ്ടി അപ്പമുണ്ടാക്കി ഭക്ഷിക്കാത്ത ക്രിസ്തു മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് വിശന്നപ്പോൾ അവർക്ക് അപ്പമുണ്ടാക്കി അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണിച്ച കർത്താവ് തനിക്ക് വേണ്ടി ഒരത്ഭുതവും കാണിക്കാതെ യേശു ജീവിച്ചത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവൻ നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ചവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരായി നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇവിടെ ധാരാളം സീനിയർ സിറ്റിസൺസ് ഉണ്ട്. ഇന്ന് കേരള സൊസൈറ്റിയിലും ധാരാളം സീനിയർ സിറ്റിസൺസ് ഉണ്ട്. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, അച്ചോ 70 75 അതുകൊണ്ട് ജീവിതമെല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ എന്നോട് പറയുന്ന പല ആളുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന സീനിയർ സിറ്റിസൺസിനോട് ആണ് ഇനി എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് യൗവനം ആരംഭിക്കുന്ന 60-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 60+ ഉള്ളവരൊക്കെ യൗവനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നിങ്ങൾ കരുതുക. പ്രിയപ്പെട്ടവരെ, കുറിയന്നൂരിൽ നമ്മുടെ ഒരു കൊച്ചമ്മയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സഭയിലെ വളരെ പ്രഗത്ഭനായ ജോൺ മാത്യു അച്ഛൻ ഇപ്പോൾ നമ്മോട് കൂടെ ഇല്ല, കർത്തൃ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അച്ഛൻ്റെ കൊച്ചമ്മ ലിസി കൊച്ചമ്മ കുറിയന്നൂരിൽ അവിടെ താമസിക്കുകയാണ്. കൊച്ചമ്മ തനിയാണ് താമസിക്കുന്നത്. കേൾക്കുക, ആ കുറിയന്നൂർ പ്രദേശത്തുള്ള വിധവമാരായ സ്ത്രീകളെ കൊച്ചമ്മ സംഘടിപ്പിച്ചു. അതിന് മതമില്ല, എല്ലാ മതത്തിലും പെട്ട വിധവമാരായ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ കൊച്ചമ്മ ആരംഭിച്ചു.
ആ കൂട്ടായ്മയുടെ പേര് സഹയാത്രികർ എന്നാണ്. കോ ട്രാവലേഴ്സ് എന്ന് പറയാം, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ. കൊച്ചമ്മയുടെ വീട്ടിൽ മാസത്തിൽ ഒരിക്കൽ ഒരു കൂട്ടായ്മയുണ്ട്. അവിടെ അവരൊരുമിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കിടും, അവരൊരുമിച്ച് പ്രാർത്ഥിക്കും, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കും, അവരുടെ പ്രശ്നങ്ങളെ അവർ അപഗ്രഹിക്കും. സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ അവർ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കൊച്ചമ്മ തനിയാണെങ്കിലും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ലിസി കൊച്ചമ്മ നമ്മുടെ അയൽക്കാരിയായി നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളെ എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നില്ല ലൈറ്റിൻ്റെ വെട്ടം കൊണ്ട്. നിങ്ങളാരും ഉറങ്ങാതെ ശ്രദ്ധയോടുകൂടെ ഇരുന്നതിൽ നിങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഈ പുതിയ വർഷം പോസിറ്റീവായി മാത്രം ചിന്തിക്കണം, നെഗറ്റീവായി ചിന്തിക്കരുത്. ഇനിയും റിപ്പോർട്ട് എഴുതുമ്പോൾ എല്ലാം മോശമാണെന്ന് ആമുഖം എഴുതരുത്. ലോകമെല്ലാം നന്മയാണെന്ന് എഴുതണം. അഥവാ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിലും നമുക്ക് നന്മയുടെ വക്താക്കളായി ഈ ലോകത്തിൽ ജീവിക്കണം. യേശുക്രിസ്തുവിനെ പോലെ നന്മ ചെയ്ത് നാടെന്നും സഞ്ചരിക്കുന്ന ആ ജീവിത ശൈലിയിലേക്ക് നമുക്ക് ഈ വർഷം പ്രവേശിക്കണം, ഈ വർഷം ജീവിക്കണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കണം.